പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളെ, ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ വി കെ അബ്ദുൽ ഖാദർ മൗലവി സാഹിബ്, ബഹുമാന്യനായ സംസ്ഥാന എസ്.ടി.യുവിന്റെ സെക്രട്ടറി എം എ കരീം സാഹിബ്, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി മഹ്മൂദ് അള്ളാംകുളം, പ്രിയപ്പെട്ട അഴീക്കോട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ട്രഷററും ജില്ലാ കമ്മിറ്റി അംഗവുമായ ആഷിം നോനേരി സാഹിബ്, വേദികയിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സമാദരണീയരായ പഞ്ചായത്തിന്റെയും നിയോജക മണ്ഡലത്തിന്റെയും യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും MSFന്റെയും സമാദരണീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഒരു ദീർഘമായ പ്രസംഗത്തിന് ഇനി പ്രസക്തിയില്ല എന്നറിയാം. നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ സരസവും സന്ദർഭോചിതവുമായിട്ട് ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മുമ്പിൽ തിരുവട്ടൂരിൽ ഏകദേശം 2.25 മണിക്കൂറോളം പ്രസംഗിക്കേണ്ടി വന്ന ഈ വിനീതനായ എനിക്ക് ശബ്ദത്തിന് പ്രയാസവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. കൊളച്ചേരി പഞ്ചായത്ത് അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ സമാദരണീയരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൊളച്ചേരി അത് മുസ്ലിം ലീഗിന്റെ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഹരിത രാഷ്ട്രീയത്തിന്റെ ഉജ്ജ്വല പ്രഖ്യാപനമായിട്ടുള്ള ഒരു പ്രകടനത്തിനു ശേഷമാണ് നിങ്ങളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ സമ്മേളനം കൊളച്ചേരി പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ കരുത്തും ശേഷിയും വിളിച്ചറിയിക്കുന്നത്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ കരീം സാഹിബ് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് ഭരണസാരഥ്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെ ഇന്നാട്ടുകാർ നെഞ്ചേറ്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് ഈ വേദിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മറ്റു നേതാക്കന്മാർ വന്നു ചേരുകയും ആശീർവദിക്കുകയും ചെയ്തത് സാക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ കൊളച്ചേരി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് നടത്തിയ ഈ സമ്മേളനം വർത്തമാനകാല രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രസക്തി വിളിച്ചറിയിക്കുന്നത്. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം, അതിന് മതവും ജാതിയും ഒരു പ്രശ്നമേ അല്ലാതായിരിക്കുന്നു. മുസ്ലിം ലീഗിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഹരിജൻ ഗിരിജൻ വിഭാഗങ്ങളിലെ ആളുകൾ പ്രവർത്തിക്കാൻ സന്നദ്ധമായി വരികയും ഈ സംസ്ഥാനത്തിലെ വലിയ നേതാക്കന്മാരായി അവർ പ്രകീർത്തിക്കപ്പെടുകയും മുസ്ലിം ലീഗിനെ നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നിടത്തും വിജയിപ്പിക്കാൻ കഴിയുന്നിടത്തും അവരെ വിജയിപ്പിക്കുകയും നോമിനേറ്റ് ചെയ്യുകയും 2 PSC അംഗത്വം കിട്ടിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ PSC അംഗത്വം കിട്ടിയപ്പോൾ ആ അംഗത്തെ KP രാമൻ മാസ്റ്ററെ നിയോഗിച്ചുകൊണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉന്നതമായ മതേതര മൂല്യം പ്രകടിപ്പിച്ചിട്ടുള്ള കേരളത്തിൽ അത്തരം ആളുകളെ കൊണ്ടുവരാനും വളർത്താനും മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹരിജൻ ഗിരിജൻ വിഭാഗങ്ങൾക്കും അപ്പുറത്തു നിന്ന് നായർ സമുദായത്തിലെ ശ്യാം സുന്ദരും റോമൻ കത്തോലിക്ക വിഭാഗത്തിലെ മാത്യുവും അതുപോലെ തന്നെ മൈക്കിൾ മാത്യുവും ഉൾപ്പെടെയുള്ള ആളുകൾ, രഘുരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം ലീഗിലേക്ക് കടന്നു വരികയും മുസ്ലിം ലീഗിന്റെ പ്രചാര പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് വലിയ ഒരു കാര്യമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആ മുസ്ലിം ലീഗ് കാലത്തിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്കിവിടെ പറയാനുള്ളത്, നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്, നേരത്തെ നമ്മുടെ പരിയാരം പഞ്ചായത്തിലാണ് ഞാൻ പ്രസംഗിച്ചത്. നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ പരിയാരം പഞ്ചായത്തിലെ കോരംപേടിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ CPM അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, പരിയാരം പഞ്ചായത്തിൽ തന്നെ അതിന്റെ ആഘാതം ഏറ്റുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പരിയാരം പഞ്ചായത്തിലെ ലോക്കൽ സെക്രട്ടറിയെ അവിടുന്ന് മാറ്റുകയും പകരം നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്തുകാരനെ അവിടെ ലോക്കൽ സെക്രട്ടറിയാക്കി നിയോഗിക്കുകയും ചെയ്തു. പരിയാരം പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ച തടയാൻ ഞാൻ അവിടെ പറഞ്ഞു, അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയെ ഇനി ഇവിടുത്തുകാരനല്ല, പറശ്ശിനിക്കടവുകാരനല്ല,
സാക്ഷാൽ പിണറായി വിജയനെ തന്നെ പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയാലും പരിയാരം പഞ്ചായത്ത് എന്നല്ല കേരളത്തിലെ ഒരു പഞ്ചായത്തിലെയും മുസ്ലിം ലീഗിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ തടയാൻ ഒരു പൊന്നു തമ്പുരാനും കഴിയില്ല എന്ന കാലത്തിന് മുമ്പിൽ തെളിയിച്ചു കൊടുത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള ഗമനമാണ് മുസ്ലിം ലീഗ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രാർത്ഥനയും പ്രവർത്തനവും പിണറായി വിജയനെ ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ, സെക്രട്ടറി സ്ഥാനത്തുനിന്ന് ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ, അത് അച്യുതാനന്ദനാവട്ടെ, അത് പിണറായി, അത് കോടിയേരി ബാലകൃഷ്ണനാവട്ടെ, ഇനി പോളിറ്റ് ബ്യൂറോ ആവട്ടെ, പ്രകാശ് കാരാട്ടാവട്ടെ, ആര് മാറ്റാൻ ശ്രമിച്ചാലും ഈ പിണറായി വിജയനെ കേരളത്തിലെ പാർട്ടികളുടെ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തുന്നതിന് വേണ്ടി ഒരു അനന്തമായ സമരം നടത്തേണ്ടി വന്നാൽ ആ സമരം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് പിണറായി വിജയന്റെ സെക്രട്ടറി സ്ഥാനം നിലനിർത്താൻ മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരു സമരം നടത്തേണ്ടി വന്നാലും ആ സമരം നടത്തും. കാരണം പിണറായി വിജയൻ ആ സെക്രട്ടറി സ്ഥാനത്തുണ്ടാകേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ കടമ. അങ്ങനെ ഒരു ദുനിയാവിൽ ഒരു പാർട്ടി ഉണ്ടാവില്ല. പിണറായി വിജയനെ തന്നെ സെക്രട്ടറി ആക്കണം എന്ന് നമ്മൾ പറയുമ്പോ, നമ്മൾ പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കല്ലയിക്കൽ നമുക്ക് സ്ഥിരമായി ബൂത്തിലിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. മാർക്സിസ്റ്റുകാരൻ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരും. എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ ഏജന്റ് ആരാ? കല്ലയിക്കൽ LP സ്കൂളിലെ ഏജന്റ് ആരാ? ഏജന്റ് നമ്മൾ ഇന്നയാളാരാണ്? അഷറഫാണ്, അല്ലെങ്കിൽ മുഹമ്മദാണ്, കാസിമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അയാളല്ലെങ്കിൽ അടിച്ച കാലിന്റെ മുട്ട് മുറിച്ചു കളയും എന്നാണ് പറയാറ് സാധാരണ. കാരണം എന്താ? മുസ്ലിം ലീഗിന്റെ ഏജന്റ് ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? മുസ്ലിം ലീഗിന്റെ ഏജന്റ് ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള ബാധ്യത മുസ്ലിം ലീഗിന്. പക്ഷെ കല്ലയിക്കല സ്കൂളിന്റെ അകത്ത് അവിടെ ഏജന്റ് ആരായിരിക്കണം എന്ന് പറയുന്നത് CPM. കാരണം അദ്ദേഹം രാവിലെ 7 മണി മുതൽ ഇരുന്നാൽ 5 മണി വരെ ഇരുന്നാലും CPMന്റെ ഒരു പ്രവർത്തകൻ വന്ന് 1000 വോട്ട് കള്ള വോട്ട് ചെയ്താലും അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയില്ല. അദ്ദേഹം മിണ്ടുകയുമില്ല. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി നിർത്താറാണ് പതിവ്. അതുകൊണ്ടാണ് അത്രേ പറയുന്നത്, നിങ്ങൾ കല്ലയിക്കല ഏജന്റ് ഇന്നയാളെ മാറ്റിയാൽ ഒരു കാരണവശാലും വേറെ ഒരു ഏജന്റിനെ അവിടെ ഇരുത്താൻ അനുവദിക്കില്ല എന്ന് CPM പറയുമ്പോൾ ഞങ്ങൾ ആ CPMനോട് തിരിച്ചു പറയുന്നു, ഏതെങ്കിലും ഒരു കാരണവശാൽ പിണറായി വിജയനെ മാറ്റാമെന്ന് CPM ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ബഹുജന പ്രക്ഷോഭത്തോടെയാണെങ്കിലും കേരളത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത്, CPMന്റെ സെക്രട്ടറി സ്ഥാനത്ത് പിണറായി വിജയനെ നിലനിർത്താൻ ഞങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. കാരണം അദ്ദേഹം നിലനിന്ന് പോരേണ്ടത് കേരളത്തിലെ CPMന്റെ അവസാനം കാണണമെങ്കിൽ, അവസാനത്തെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയും അടിക്കണമെങ്കിൽ കേരളത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്ത് സഖാവ് പിണറായി വിജയൻ ഉണ്ടാവണം. അത്രമാത്രം ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത്രമാത്രം CPMന് ക്ഷീണം സംഭവിച്ചിട്ട് ഒരു സെക്രട്ടറി മുമ്പുണ്ടായിട്ടില്ല. അതിന്റെ ഗുണം നമുക്കുണ്ടായിട്ടുണ്ട്. കമ്പിലിൽ വന്നിട്ടാണല്ലോ TK ഹംസ പ്രസംഗിച്ചത്. മഞ്ചേരിയിൽ ജയിക്കുകയും ഒരാഴ്ച കഴിഞ്ഞ് കമ്പിൽ പ്രദേശത്ത് വരികയും കമ്പിലില് തെരുവീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ കൂടിയിരുന്ന CPMകാരുടെ കയ്യടിക്ക് ബദലായി അന്ന് TK ഹംസ പറഞ്ഞത് മുസ്ലിം ലീഗിന് 2 കിഡ്നിയാണ് ഉണ്ടായിരുന്നത്. ഒരു കിഡ്നി മഞ്ചേരി കിഡ്നി ഞാൻ ഇങ്ങെടുത്തു, ഇനി പൊന്നാനി കിഡ്നി മാത്രമാണ് ബാക്കി, അത് അടുത്ത തെരഞ്ഞെടുപ്പിലും എടുക്കും. അങ്ങനെ 2 കിഡ്നിയും എടുത്ത മുസ്ലിം ലീഗ് അവിടെ വർത്തമാന കാലത്ത് ഇനി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ ഇവിടുന്ന് ഡയാലിസിസ് ചെയ്താലും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചാലും ഇവിടുന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ TK ഹംസ ഇന്ന് ആലം ദുനിയാവിലുണ്ടോ എന്ന് മഷിയിട്ട് തിരയേണ്ടി വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, നമുക്കറിയാം പിണറായി വിജയൻ ഗൾഫിലേക്ക് പോകുമ്പോ 2 ആളുകളെയാണ് കൂട്ടിയത്. ഒന്ന് മുഹമ്മദ് കുട്ടിയെയും മറ്റൊന്ന് TK ഹംസയെയും. കാരണം എന്താ? അവിടുത്തെ ഗൾഫ് മലയാളികളിൽ മുസ്ലിങ്ങളായിട്ടുള്ള കോടീശ്വരന്മാരെ പിടിക്കാൻ ഇവർ വേണം എന്ന് തോന്നി. കോടീശ്വരന്മാരെ പിടിക്കാൻ അവർ കൂടെ കൂടി. പിണറായി വിജയത്തിന് ഈ രാജ്യത്തിലെ തൊഴിലാളികളെ വേണ്ട. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സഖാവ് AK